ഹലോ ഫ്രണ്ട്സ്, എൻ്റെ കുരുമുളക് കൃഷിയെക്കുറിച്ചുള്ള അഞ്ചാമത്തെ വീഡിയോ ആണ്. ഇപ്പോൾ എൻ്റെ കുരുമുളകിൻ്റെ പ്രായം 6-ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു. 4 മീറ്റർ നീളത്തിൽ നാട്ടിയ PVC പൈപ്പിൽ കുരുമുളക് നന്നായിട്ട് പറ്റിപ്പിടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 3ാമത് വളം ഞാൻ ചെയ്തു. അതിനുശേഷം മേളിൽ കരിയില വിതറിയിട്ടുണ്ട്. അത് മണ്ണിന് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം ശരാശരി മഴ ലഭിക്കുന്നതിനാൽ നമുക്ക് പ്രത്യേകിച്ച് നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ചിലയിടങ്ങളിൽ ഇലയ്ക്ക് മഞ്ഞ നിറം കാണുന്നുണ്ടെങ്കിൽ ഞാനതിന് ഇലക്കേടിനുള്ള മരുന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ വളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറിക്കിട്ടുമെന്ന് കരുതുന്നു. ഇതിന് വളർച്ചയിൽ 5 മാസം കൊണ്ട് ഇത്രയും ഒരു വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റു പറയാൻ പറ്റില്ല. അത് കുരുമുളക് കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഇത് കാണുമ്പോൾ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒത്തിരി ശിഖരങ്ങൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇത് പന്നിയൂർ 1 ഇനത്തിൽപ്പെട്ട കുരുമുളക് തൈയാണ് ഞാൻ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 1.5 നീളം 1.5 വീതി എന്ന കണക്കിലാണ് ഞാൻ ഇതിനെ കുഴിയെടുത്തിരിക്കുന്നത്. മൊത്തം 4 മീറ്റർ PVC പൈപ്പിലാണ് ഈ കൃഷി ചെയ്തത് കുരുമുളക് കൃഷി ചെയ്തത് പടർത്തിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസുകൾ എൻ്റെ ഈ യൂട്യൂബ് ചാനലുണ്ട്. 1, 2, 3, 4 അങ്ങനെ പാട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് ആ വീഡിയോസിൽ പോയി നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണുക, വിലയിരുത്തുക. ഇത് സ്ഥലപരിമിതിയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ്. PVC പൈപ്പിൽ നമ്മൾ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ഒരു മെച്ചം എന്ന് വെച്ചാൽ ആ പൈപ്പിൻ്റെ നീളത്തിന് അത് അത്ര ഹൈറ്റിലേക്കേ പോവുള്ളൂ, അതിനപ്പുറം അത് പോകത്തില്ല. പിന്നെ താഴേക്ക് വളർന്നു വരും. അപ്പം നമ്മൾ താഴേക്ക് തൂങ്ങി ഇറങ്ങുന്ന വള്ളികൾ വീണ്ടും ആ ചെടിയോട് കെട്ടിവെച്ച് കൊടുത്ത് വീണ്ടും അതിൽ പറ്റിപ്പിടിച്ച് നല്ല കാതലായിട്ട് വരാനായിട്ട് പറ്റും. അതുപോലെ താഴെ മുകളിൽ കയറി ഇറങ്ങി താഴെ എത്തുന്ന വള്ളികൾ താഴെ കട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് വീണ്ടും അതൊരു ശിഖരമാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എത്ര മാസം കൊണ്ട് ഇനി തളിരിടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമുക്ക് എൻ്റെ കായ്ഫലം ഇതിന് 1 വർഷമാണെന്ന് തോന്നുന്നു. പക്ഷേ 1 വർഷത്തിന് അകത്ത് തന്നെ ഇത് കായ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന് നമ്മൾ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ 1 വർഷത്തിനുള്ളിൽ അത് കായ്ച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മൾ നുള്ളിക്കളയുന്ന ചെടിയുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും എന്നെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ കരുതിയിരിക്കുന്നു. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, കൃഷി വ്യാപകമായിട്ട് ചെയ്ത് നല്ല പരിശീലനമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് ഞങ്ങളെപ്പോലുള്ള ചെറുകിട കൃഷിക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ്. ഇതിലിപ്പോൾ ഈ കൃഷിയിൽ ഞാൻ സംതൃപ്തനാണ്. 5 മാസം കൊണ്ട് എനിക്ക് ചെടിയെ ഈ ഒരു രീതിയിലേക്ക് പാകപ്പെടുത്തി എടുക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ മണ്ണൊക്കെ ഞാൻ ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണ് ഇച്ചിരി കട്ടി കൂടിയ മണ്ണാണ്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇളക്കി ചാരകം, ഉണക്കച്ചാണകം, അതുപോലെ മിശ്രിത വളം എന്ന് പറഞ്ഞാൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെയുള്ള മിശ്രിത വളങ്ങൾ ഒക്കെ അടിവളമായിട്ട് ചെയ്തിട്ടുണ്ട്. മണ്ണിന് ഈർപ്പം നിലനിൽക്കുന്നതിനായിട്ട് കരിയില ഞാൻ മേളിൽ വിതറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, നന്നായിട്ട് നല്ലപോലെ പുതിയ ഇതളുകൾ പൊട്ടി തന്നെ പറ്റിപ്പിടിച്ച് കയറുന്ന നല്ല ആരോഗ്യമുള്ള കുരുമുളക് ചെടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ കാലുകളിലും ഒരേപോലെ വളർച്ച വന്നിട്ടില്ല. കാരണം ചില സ്ഥലങ്ങളിൽ ചോലയുണ്ട്, മരം നിൽപ്പുണ്ട്, മരത്തിൻ്റെ ചോല ഉള്ളതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വളർച്ച ഒരുപോലെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന തൈകളിലുള്ള വ്യത്യാസം കാരണം അങ്ങനെയും വളർച്ച നമുക്ക് ഒരേ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. ഒരേ പ്രായത്തിലും ഒരേ ആരോഗ്യത്തിലുള്ള ചെടികളാണെങ്കിൽ മാത്രമേ ഒരേ സമയത്ത് ഒരേ വളർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആരോഗ്യമുള്ള ചെടികൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള ചെടികൾ മാത്രം തിരഞ്ഞെടുത്ത് അത് കൃഷിയാക്കുക.